മൊബൈൽ ഫോണുകൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. കണ്ടുപിടിച്ചു തരാൻ പോലീസുണ്ട് കൂടെ. ഇങ്ങനെ കണ്ടെത്തിയ 75-ലധികം മൊബൈൽ ഫോണുകൾ പരാതിക്കാർക്ക് തിരികെ നൽകിയിരിക്കുകയാണ് കോട്ടയം പോലീസ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെ രോഗശയ്യയിൽ നിന്നും നഷ്ടപ്പെട്ട ഫോൺ, മരുന്ന് വാങ്ങാനുള്ള തിരക്കിനിടെ മോഷണം പോയ ഫോൺ, ആദ്യ ശമ്പളത്തിന് ആറ്റുനോറ്റു വാങ്ങിയ അത്രമേൽ പ്രിയപ്പെട്ട ഫോൺ, തന്റെ പ്രിയ സ്വപ്നമായ സിനിമയുടെ പാതി പൂർത്തിയാക്കിയ തിരക്കഥയടങ്ങിയ ഫോൺ, അങ്ങനെ തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിയവേ സൈബർ സെല്ലിൽ നിന്നൊരു ഫോൺ തിരികെ ലഭിച്ചിട്ടുണ്ട്. SP ഓഫീസിൽ നിന്ന് കൈപ്പറ്റാം. അങ്ങനെ എത്തിച്ചേർന്നവരാണ് ഇവരെല്ലാം. പല കാലയളവിൽ നഷ്ടപ്പെട്ട 75 ഫോണുകൾ ഉടമകൾക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് കോട്ടയം പോലീസ്. SP ഷാഹുൽ ഹമീദ് ഫോണുകൾ കൈമാറി. നഷ്ടപ്പെട്ട ഫോണുകൾ റിക്കവർ ചെയ്തത് തിരിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് രാവിലെ നമ്മൾ നടത്തിയത്. ഏകദേശം 70ഓളം ഫോണുകൾ, നഷ്ടപ്പെട്ട ഫോണുകൾ നമ്മൾ വീണ്ടെടുത്ത് അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തു. കുറച്ച് വൈകാരികമായ ഒരു ചടങ്ങായിരുന്നു. പലർക്കും പെട്ടെന്ന് തന്നെ പാനിക്കാവും. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഫോൺ. നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളും, ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടാക്കിയപ്പോൾ ഇൻഷുറൻസ് വിവരങ്ങൾ പോലും ഫോണിലായിരുന്നു. ആ ഫോണാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് ഫെബ്രുവരി മുതൽ നഷ്ടപ്പെട്ട പല ഫോണുകളാണ് നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തത്. ഇതൊരു പ്രത്യേക പദ്ധതിയോ കാര്യങ്ങളൊന്നും അല്ല. സൈബർ സെല്ലിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരം നമ്മൾ ചെയ്തു വരുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ്. കോട്ടയം സൈബർ പോലീസ്, സൈബർ സെൽ എന്നിവർ സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഫോണുകൾ തിരികെ ലഭിച്ചത്. ഉടമകൾക്കും സന്തോഷം. ഞാനൊരു സിനിമയുടെ തിരക്കഥ എഴുതി പൂർത്തിയാക്കിയത് ഫോണിലായിരുന്നു. അപ്പം ഞാൻ ഈ ജോലി ചെയ്യുക, യാത്ര ചെയ്യുക, ആ സമയങ്ങളിലാണ് ഇത് ഫോണിൽ എഴുതുക. അപ്പം ഈ ബുക്കിലേക്ക് എഴുതി മാറ്റുന്ന ഒരു സ്വഭാവമില്ല. അപ്പോൾ ഓൾറെഡി എനിക്കൊരു തിരക്കഥ കംപ്ലീറ്റ് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഒരു നോവൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കഥകൾ മൊത്തം ഇതിനകത്താണ്. അപ്പൊ ഇത് പനി പിടിച്ച് ഹൈ ലെവലിൽ ബോധക്കേട് കിടക്കുമ്പം ഫോൺ പോയി എന്നറിഞ്ഞത് എന്റെ സകല പനിയും പോയി. കാരണം എന്താ വെച്ചാൽ എഴുത്ത് കംപ്ലീറ്റ് ചെയ്തില്ലേ. അപ്പം ഭയങ്കര ഈ കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ അതോർത്ത് മാനസികമായിട്ട് വിഷമിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ 40,000 രൂപയുടെ ഫോണായിരുന്നു. അപ്പോഴത്തേക്കും ഇനി എനിക്കൊരിക്കലും അത്ര ഒരു വലിയ ഫോൺ മേടിക്കാൻ പറ്റത്തില്ല. കാരണം സ്പേസ് വേണമല്ലോ എഴുതാനായിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഒരു വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ ഒരു തരത്തിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും നമുക്കൊരു സാധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ എഴുത്ത് തുടരണം. അങ്ങനെ ഒരുപാട് സന്തോഷം. ഉടനെ മെഡിക്കൽ സ്റ്റോറിലെ ഉടമ CCTV നോക്കിയപ്പോൾ പറഞ്ഞു മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ട്. CCTV ദൃശ്യമുണ്ട്. ഞാൻ ഉടനെ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയി പരാതി നൽകി. അരുൺകുമാർ സാറായിരുന്നു അന്ന്. വളരെ സജീവമായിട്ട് എൻ്റെ കൂടെ അന്ന് തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി അങ്ങ് പോയപ്പോൾ ഇത് കൊണ്ടൊരു 4 മണിക്കൂർ സാറ് ഞങ്ങളുടെ മെനക്കെട്ട് വന്നു. അതായത് കൊക്കാര വരെ ഞങ്ങൾ പോയി. അവിടുത്തെ ഇതിന്റെ ലൊക്കേഷൻ നഷ്ടപ്പെട്ടു പോയി. സാറ് അവിടെ പറഞ്ഞത് അവർ സിം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സൈബർ സെല്ലിൽ ഇത് നമുക്ക് ഫോൺ കിട്ടും, ആരെങ്കിലും ഉപയോഗിച്ചാൽ കിട്ടുമെന്ന്. ആ ഒരു വിശ്വാസം നമ്മൾ സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തു. അതിന് കുറെ ആളായിട്ട് പിന്നെ നഷ്ടപ്പെട്ടെന്നുള്ളതാണ് വിചാരിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് കൂടുതൽ മൊബൈലുകളും മോഷണം നടന്നിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രത്യേക സ്ക്വാഡിന്റെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ജനം, കോട്ടയം.